ബാഗിനകത്ത് സിബിട്ട് വെച്ചിരുന്ന 50,000 രൂപ എങ്ങനെ പുറത്തു പോയിന്ന് എനിക്കറിയാൻ പാടില്ല. പൈസ പോയതറിയാതെ ഞാനതാ 1 കിലോമീറ്ററോളം പോയി. അപ്പോൾ പിറകെ വന്ന ആ ചുമന്ന കാറിലുള്ള അങ്കിള് കിളിപ്പാലം പെട്രോൾ പമ്പിൻ്റെ അവിടെ വെച്ച് എൻ്റെ അടുത്ത് പറയുണ്ടായി, എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്, ചെന്തിട്ട വെച്ചാണ് പോയതെന്ന് പറഞ്ഞു. ഇറങ്ങിയ സമയം എൻ്റെ കൈയും കാലം വരയ്ക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരു ഓട്ടോയിൽ കയറിയിട്ടാണ് ആ സ്ഥലത്തോട്ട് പോണേ. അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു ബുള്ളറ്റുകാരൻ പൈസ കൊണ്ട് പോയിട്ടുണ്ടെന്ന് അവിടെയുള്ള കടയിലെ CCTVയിൽ കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞായിരുന്നു. അതുവരെ ഞാൻ ടെൻഷൻ അടിച്ചതിന് ഒരു കൈയും കണക്കും ഇല്ലായിരുന്നു. വണ്ടിയുടെ നമ്പർ വരെ കിട്ടിയെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു എന്തായാലും പൈസ കിട്ടുമെന്ന്. വിത്തിൻ സെക്കൻഡ്സ് അവിടെ ട്രാഫിക്കിലുണ്ടായിരുന്ന പോലീസുകാരെല്ലാവരും കൂടിയിട്ട് ആ ഒരാളെ വിളിച്ച് സംസാരിച്ചപ്പോൾ അയാൾ കൊണ്ടുവരില്ല എന്നാണ് ആദ്യമൊക്കെ പറഞ്ഞത്. പിന്നീട് കൊണ്ടുതരാമെന്നായി. അങ്ങനെ ലാസ്റ്റ് എനിക്ക് ആ ഒരു പൈസ കിട്ടിയായിരുന്നു. 100% എൻ്റെ അശ്രദ്ധ കാരണം തന്നെയാണ് ഈ ഒരു പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയത്. പിന്നെ എൻ്റെ ഏതോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് ആ പൈസ തിരിച്ച് കിട്ടാനും യോഗമുണ്ടായി. എനിക്ക് മെയിനായിട്ടും താങ്ക്സ് പറയാനുള്ളത് ആ ഒരു ചുമന്ന കാറിൽ വന്ന അങ്കിള്. അതാരാണെന്നോ എന്താണെന്നോ എനിക്കറിയാൻ പാടില്ല. ആ ഒരു അങ്കിളിനോടാണ് ആദ്യം എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. സെക്കൻഡ് ആ ഓട്ടോ മാമനാണ്. മാമന് ഞാൻ ആരാണെന്നോ അറിഞ്ഞുകൂടാതെ എൻ്റെ അടുത്ത് ലാസ്റ്റ് വരെയും സ്വന്തം മോളെ പോലെയാണ് എന്നെ കണ്ട് കൂടെ നിന്നിരുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു CCTV വീഡിയോ എനിക്ക് തന്ന ഷോപ്പിലെ ഒരു 4-5 മാമന്മാരുണ്ടായിരുന്നു, അവരോടും പിന്നെ 3 ട്രാഫിക് പോലീസുകാർ, അതും പോയിട്ട് തമ്പാനൂർ സ്റ്റേഷനിലുള്ള പോലീസുകാർ, ഇവർ ഇത്രയും പേര് കൂടി ചേർന്നിട്ടാണ് എനിക്ക് ഈ ഒരു പൈസ കിട്ടിയത്.